ഒരു കാര്യം കൂടി പറഞ്ഞു തരുമോ? വൺ ലാസ്റ്റ് സ്റ്റോറി. വെളിയിൽ ആരും വന്നതുപോലെ തോന്നുന്നു. എനിക്ക് തോന്നിയതൊന്നുമല്ല. ഹോളിൽ ലൈറ്റ് വീണത് കണ്ടില്ലേ? വീട്ടൊന്ന് വന്നേ. മിസ്റ്റർ ദേവാനന്ദ് ദക്ഷ് മഹേശ്വർ സിംഹ? Yeah, that's me. But I'm sorry, എനിക്ക് മനസ്സിലായില്ല. ആക്ച്വലി ഞങ്ങൾക്ക് എന്നെ അറിയാൻ വഴിയില്ല. ഞാൻ ഡോക്ടർ ടെസി മോഹൻ ദുർഗേച്ചി പറഞ്ഞിട്ട് വന്നതാണ്. ആൻഡ് ദിസ് ഈസ് യുവർ സൺ ത്രിലോക് രുദ്ര ദേവാനന്ദ് ദക്ഷ് മഹേശ്വർ സിംഹ. ദുർഗേച്ചി വന്നല്ല. ബട്ട് ഐ ഹാവ് സംതിങ് എൽസ്. ഇത് ദുർഗേച്ചി എന്നെ ഏൽപ്പിച്ചതാണ്. റോയി കാണുമ്പോൾ റോയ്ക്ക് ഇത് കൊടുക്കണമെന്നും പറഞ്ഞു. എന്നാ ദേവേട്ടാ, എനിക്കറിയാം നിങ്ങൾ ഒരുപാട് ഉത്തരങ്ങൾക്ക് വേണ്ടി അലയുകയാണെന്നുള്ളത്. ഇനി ആലോചിച്ച് വേണ്ട. ഞാൻ തന്നെ എല്ലാത്തിനുമുള്ള ഉത്തരം ഈ കടലാസ് തുണ്ടുകളോടൊപ്പം ഞാൻ അയച്ചിട്ടുണ്ട്. എല്ലാം ഇനി നമ്മൾ കാണുന്നിടം വരെ എന്നെ അന്വേഷിക്കരുത്. ഞാനേ വരുകയും കേലാമൽ തലകിരയും. പിന്നെ ടെസ്സിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ പാവം കുട്ടി ഡോക്ടറാണ്. പണത്തിന് പ്രതാപത്തിനു വേണ്ടി മറ്റൊരാൾക്കാരുടെ സന്തോഷം ചീന്തെടുക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ചു കൂട്ടം ആൾക്കാർ വിരിച്ച വലയിൽ പെട്ടുപോയൊരു പാവം ഡോക്ടറാണ് ടെസ്സി. അതിൽ അവൾക്ക് കൊടുക്കേണ്ടി വന്നത് അവൾ ആഗ്രഹിച്ചു വാങ്ങിച്ച ഡോക്ടർ എന്ന പൊസിഷനും. അവളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ജീവനും ജീവിതവും കൊണ്ട് ഓടുമ്പോഴാണ്. ഇന്ന് ഞാനും നമ്മുടെ മോനും ഈ ലോകത്ത് ജീവനോടെ ഇരിക്കുന്നതിൻ്റെ റീസൺ അത് അവളാണ്. ഇന്ന് ഈ ഭൂമിയിൽ അവളെ സംരക്ഷിക്കാൻ ഏൽപ്പിക്കാൻ എനിക്കൊരാളെ കഴിയൂ, അത് ദേവേട്ടനാണ്. പിന്നെ ഒരു ചിന്ന റിക്വസ്റ്റ്, അവളൊരു ഇൻഡിപെൻഡൻറ്റ് വുമൺ ആണ്. സോ റോസി ജീവിക്കുന്ന കൂട്ടത്തിലല്ല. അതുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു പൊസിഷൻ നമുക്ക് കൊടുക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹേയ് ടെസി, താനെന്താണോ അവിടെ തന്നെ നിൽക്കുന്നത്? ഇനി കയറി വേണം. അച്ഛാ, അമ്മ, ഇനി ടെസി എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. ആൻഡ് അർഷിത, നമ്മുടെ ഹോസ്പിറ്റലിൽ ഇവക്കൊരു ജോബ് അത് സെറ്റാക്കണം. പിന്നെ ടെസി, വെൽക്കം ടു ചെറുക്കൽ തറവാട്. ഇവിടെയുള്ള ആരെയും തനിക്ക് അറിയില്ലെന്നറിയാം. സോ ഒരു ഇൻട്രോ തരാം. പരിചയപ്പെടലൊക്കെ നാളെ ആവും ദേവാ. ഇപ്പൊ എല്ലാരും പോയി കിടക്കാൻ നോക്കിക്കേ. മോളെ ദക്ഷ, ടെസിക്ക് റൂം ഒന്ന് കാണിച്ചു കൊടുത്തേ. അത് ശരിയാ ടെസി, താൻ എന്തായാലും കുറച്ച് പോയി റെസ്റ്റ് ചെയ്യും. ഇത്രയും ട്രാവലൊക്കെ ചെയ്ത് വന്നതല്ലേ. ഏട്ടത്തി കാണിച്ചു തരും തനിക്ക് റൂം. പിന്നെ അമ്മ കുഞ്ഞിനെ തന്നേക്ക്. വേണ്ട കണ്ണ, കുഞ്ഞ് രാത്രി അങ്ങനെ ഉന്നയിച്ച് കരച്ചിൽ നിർത്താതെ ശ്വാസമൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. നീയൊക്കെയാണെങ്കിൽ ആന കുത്തിയാലും ഉണ്ണിക്കാത്ത ഐറ്റങ്ങളാ. ഇനിയിപ്പം കുഞ്ഞ് എൻ്റെയും മഹിയേട്ടൻ്റെയും കൂടെ കിടക്കട്ടെ. കുറച്ച് ദിവസം അങ്ങനെ നിൽക്കട്ടെ. വീടൊക്കെ പരിചയമായി കഴിഞ്ഞിട്ട് മതി നിന്റെ കൂടെ ഉള്ള കിടത്തമൊക്കെ. ഇപ്പൊ നീ ഇപ്പൊ കിടന്ന് ഉറങ്ങാൻ നോക്കിക്കേ. എൻ്റെ പൊന്നു ഭാര്യ, താൻ എന്തായി പറയുന്നതെന്നും കൂടി ആലോചിക്കണം. അതും ആ കുഞ്ഞിൻ്റെ അച്ഛനോട്. അവരത് ജനിപ്പിക്കാൻ അറിയാമെങ്കിൽ അതിനെ വളർത്താനും അതും പഠിക്കണം. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നത്. അല്ല, എല്ലാം പഠിച്ചിട്ട് വന്നിട്ടേ ഇതൊക്കെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാശിയല്ലേ. ഇപ്പം എന്തായാലും അവനെ ഏൽപ്പിച്ചിട്ട് നീ വാ. കാര്യമാണെങ്കിൽ നമുക്ക് നോക്കാം. നമ്മളിവിടെയൊക്കെ തന്നെ ഇല്ലേ. தம்பி, எனக்கு ரெகுலர் ஸ்ட்ராங் டீ தானே? ஆனா இங்க ரெகுலர் ஸ்ட்ராங் டீ.
நான் வந்தேன், என்னோட பூ கொடுங்க, நான் போகணும். கடைசியாக நீ வந்துட்டியா? இப்போதான் உன்னை பற்றி நினைச்சிட்டே இருந்தேனா, ஏன் நீ வரவே இல்லையா என்று. இன்று ஏன் தாமதம், என்னாச்சு? அது பற்றி ஒன்றும் சொல்ல வேண்டாம் என்னம்மா. நான் இங்கே வர தயாராகி கொண்டிருந்தப்போ என் அப்பா வந்து சொல்லி அந்த பக்கத்து வீட்டில் நாயா என்னோட சாண்டில்ஸ் எடுத்துகிட்டு போயிட்டேன். நான் அதை விட முடியுமா? நான் பின்னாட்டு போயிட்டேன். அந்த நான் என்னை ரொம்ப சுத்த வச்சுட்டேன். எப்படியாச்சும் நான் என்னோட சாண்டில் திருப்பி வாங்கியேன். நீ பைத்தியம், நான் எதுவும் சொல்ல விரும்பவில்லை. நான் இனிமே உன்கிட்ட பேச வராது. இது சத்தியம் சத்தியம் சத்தியம். பை. அப்போ நாளை பார்க்கலாம். செல்ல குட்டி இல்லையா நீ, அம்மா சும்மா விளையாடினேன். நாளை சந்திப்போம். பாய் பாய். சரி சரி, நான் ரொம்ப லேட் ஆயிட்டு மீனம்மா, அதனால நான் கிளம்புறேன். பாய். രേവാ 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 എന്താ നോക്കി നിൽക്കുവാടാ നീ? കുറെ നേരം കഴിഞ്ഞാൽ കിടന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട്. ഓ എന്റെ ചെവി. മോനെ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എനിക്ക് ചെവിയൊക്കെ കേൾക്കാം. ഇങ്ങനെ കിടന്ന് കാറി പോകേണ്ട ആവശ്യം എന്താ? ആ തമ്പുരാന് ചെവി കേൾക്കുമായിരുന്നോ? അതൊക്കെയാണോ ഇത്ര നേരം ഞാൻ കാറി പൊളിച്ചതിന്റെ പേര് വെച്ചിട്ട് തിരിഞ്ഞു പോലും നോക്കാഞ്ഞത്? എന്നിട്ട് അവൻ എന്റെ മണ്ടയ്ക്ക് ചാടി കയറുന്ന. അതൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ ഇവിടെ പ്രശ്നം. നീ അതൊന്നും മനസ്സിലാക്ക്. അത് പെട്ടെന്ന് അപ്പുറത്തോട്ട് ശ്രദ്ധ ഇങ്ങോട്ടൊക്കെ പോയപ്പോ അതൊക്കെ വിടുന്നി. ഇപ്പൊ നിന്റെ ശരിക്കുള്ള പ്രശ്നം എന്തുവാ? അത് പിന്നുണ്ടല്ലോ എന്തുവാ, ഞാൻ അന്ന് നീ എനിക്കൊരു പ്രോമിസ് തന്നായിരുന്നല്ലോ, അവളെ കാണാൻ പോവാൻ നീ വരാമെന്ന്. നീ അത് മാറ്റിയൊന്നും പറയൊന്നും വേണ്ട. ഞാൻ ഡേറ്റ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് ഫിക്സ് ചെയ്ത് പറയാം. നീ വരണം, പറ്റിക്കരുത്. നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണോ ഇതുപോലെ പെണ്ണ് കേസും പിടിച്ചോണ്ട് എൻ്റെ അടുത്ത് വരികയും ചെയ്യരുത്, എന്നെ അകത്ത് പിടിച്ചിടരുതെന്ന്. അവ എന്നിട്ട് അതും പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നു. മച്ചാ കൊള്ളാം, മതി, എനിക്കെല്ലാം മനസ്സിലായി. നീ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുമിച്ച് കട്ടിയിട്ട് കുടിച്ചപ്പോൾ നിനക്ക് ഇതൊന്നും ഓർമ്മയില്ലായിരുന്നല്ലോ. നീ എന്നിട്ട് എനിക്ക് പ്രോമിസ് തന്നതാണ് പന്നി. എന്നിട്ട് ഇപ്പൊ അവൻ കാര്യമായിരുന്നു. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നീ മൊത്തം ഉടായിപ്പാണ്. നിന്നെ വിശ്വസിച്ച് എന്നെ വേണമല്ലോ ആദ്യം തല്ലേ. ഇതിപ്പോ കൊച്ചു പിള്ളേർ കംപ്ലൈന്റ് പറയുന്ന പോലെ ആയിപ്പോയല്ലോ മച്ചു. ദേവാനന്ദ മഹേശ്വര സിംഹ ഒരു വാക്ക് പറഞ്ഞ അത് ചത്താലും മറക്കത്തില്ലെന്ന് അറിയത്തില്ലേ മച്ചു? പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ഡ്രാമ കാണിക്കുന്നത്? ഇപ്പൊ നീ പോയി ചായയുടെ പൈസ കൊടുത്തിട്ട് വന്നേ, നമുക്ക് പോകാനുള്ളതാ. അങ്ങനൊന്നും അല്ല മച്ചു, എനിക്ക് നിന്നെ അറിഞ്ഞൂടെ? പിന്നെ ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. നീ ഇവിടെ നിൽക്കേ, ഞാൻ പോയി പൈസ അടച്ചിട്ടെ. ഇതിപ്പോ പറ്റു കുറേ ആയി, എന്നിട്ട് നമുക്ക് പോകാം. அது பெரிய விஷயம், நான் அப்புறம் வந்து சொல்லித்தரேன். இப்போ நான் போயாகணும், நான் லேட் ஆச்சு. എന്റെ പൊന്ന് കാർത്തി, ആമ എഴുതുന്ന പോലെ നടക്കാതൊന്നും സ്പീഡിൽ നടക്കുന്നുണ്ടോ? നീ കാരണം ഇപ്പോഴേ ലേറ്റാ. അയ്യടോമേ, എനിക്ക് ഇത്ര സ്പീഡിലൊക്കെ നടക്കാൻ പറ്റത്തുള്ളൂ. നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീ പോടാ, ഞാൻ പുറകിന് വന്നോളാം. അവന്റെ പറച്ചിലിട്ടതൊന്നും അവ അന്താരാഷ്ട്ര ചർച്ചയ്ക്ക് വേണ്ടി പോവാണ്. ആ ചായക്കടയിൽ പോയി ഒരു ചായ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് ആ പൂക്കടയിൽ വരുന്ന ആ പെണ്ണിന്റെ വായി നോക്കാനല്ലടാ പന്നി നീ ഇത്ര സ്പീഡിൽ പോകുന്നത്. അവന്റെ ഇളക്കം ആർക്കും മനസ്സിലാവുന്നില്ലെന്ന് അവന്റെ വിചാരം. പെണ്ണും പഴക്കോട്ടൊന്നുമില്ല. തോന്നിയാസം പറഞ്ഞുണ്ടല്ലോ, അടിച്ച് ഞാൻ നിന്റെ 32 കല്ലും താഴെ ഇടും. ഞാൻ പറഞ്ഞേക്കാം, മര്യാദക്ക് നടക്കടാ.
ഓഹോ, നിനക്ക് തോന്നിയ ദിവസം കാണിക്കാം, നമ്മൾ പറയുന്നതാണ് കുറ്റം. പിന്നെ ചിലവർക്ക് ചില വിചാരങ്ങളുണ്ട്. ഈ പൂച്ച കണ്ണടച്ച് പാല് കുടിച്ചാലേ ആരും അറിയത്തില്ലെന്നും ആരും കാണത്തില്ലെന്നും. ആ ചിന്താഗതി വരുന്നുണ്ടെങ്കിലേ അത് നാലായി മടക്കി പോക്കറ്റി വെച്ചു. കാരണം നിന്റെ തുടക്കം തൊട്ട് എനിക്കറിയായിരുന്നു നിന്റെ ഇളക്കം എങ്ങോട്ടാന്ന്. പിന്നെ പോട്ടെ നോക്കുമ്പോ അവൻ താഴെ കയറി നിറങ്ങുന്നു. കാർത്തി, വേണ്ടത് ഞാൻ പറഞ്ഞുണ്ടല്ലോ. എന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയാവുന്നതാണ്. പിന്നെ എനിക്ക് നല്ല തലവേദനയുണ്ട്. പിന്നെ അവിടുത്തെ ചായക്ക് എന്തോ പ്രത്യേകത ടേസ്റ്റ് തോന്നിയതുകൊണ്ടാണ് അവിടെ പോയി എന്നും ചായ കുടിക്കുന്നത് എന്നും പറഞ്ഞ് നീ വേണ്ടാത്തതൊന്നും ആലോചിച്ച് കൂട്ടുകയും വേണ്ട, പറഞ്ഞേക്കാം. അനേ, ടു സ്ട്രോങ് റെഗുലർ ചായ. എന്തോ അറിയത്, ഒരു ചായക്കടയിൽ ചെന്ന് ഇങ്ങനെയാണോ ചായ ഓർഡർ ചെയ്യേണ്ടത്? അങ്ങനെ കളിയാക്കിയതാണ് നിനക്ക് മനസ്സിലാവാത്തത് നിന്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ കണ്ട തമിഴന്മാരുടെയും കൂടി അടി മേടിച്ച് കൂട്ടിയേനെ നീ. നിന്റെ ശരിക്കുള്ള സ്വഭാവം എനിക്കറിയാമെന്ന് കരുതി എൻ്റെ മണ്ടയ്ക്ക് ചാടിക്കയറാൻ വന്നതുണ്ടല്ലോ. ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഞാൻ ഒരു പോക്ക് പോകും. എന്നിട്ട് എൻ്റെ മുമ്പിൽ കൂടി നീ മെക്ക വരയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരൂടാ തിണ്ടി. മച്ചു, അത്രയും വലിയ ഹെൽപ്പൊന്നും എനിക്ക് വേണ്ട. അത് വലിയൊരു ഹെൽപ്പായി പോവേ നീ ഇങ്ങനെ ഇറങ്ങി പോകുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ. പിന്നെ ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, നിന്നോടൊരു കാര്യം പറയണമെന്ന്. സാറില്ല, അതിപ്പോ പറഞ്ഞേക്കാം. മറ്റന്നാളെ നമുക്കൊരു ഓട്ടോ ഉണ്ട്, കുറച്ച് മേലടങ്ങുന്ന പണിയാ. സാരമില്ല, നമുക്ക് ഹാൻഡിൽ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ അത് ബാലമാഷല്ലേ? മാഷത് എവിടെ വെച്ചു? ഇപ്പൊ വരാവേ.